നമ്മുടെ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലമേഷൻ പലപ്പോഴും വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ടോക്സിൻ അക്യുമുലേഷനാണ്. ഈ ടോക്സിൻ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും ഫ്രീ റാഡിക്കൽസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ വരുന്നത് വെച്ചാൽ ലിവർ ഡാമേജ് ആണ് അവിടെ വരുന്നത്. ലിവർ ഡാമേജ് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, എങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ ആരും തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡ്സോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ശരീരത്തിലുള്ള സ്കിന്നിലുള്ള മാറ്റങ്ങളും പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും ഓടി പോകുന്നത്. അപ്പോഴത്തേക്ക് ലിവറിൻ്റെ ഒരു ഡാമേജ് ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ലിവർ ഡാമേജ് ഒക്കെ മാറ്റേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽസിന് അല്ലെങ്കിൽ ടോക്സിൻ എലിമിനേഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില കുട്ടികൾ, അതായത് നമ്മൾ ഒരു റീസെൻ്റ് ആയിട്ട് ഞാനൊരു കണ്ടതിനകത്ത് ഒരു കുഞ്ഞ് വളരെ ചെറിയൊരു പയ്യനാണ്, പക്ഷെ അവൻ വയസ്സായ ഒരാളെ പോലെ ഇരിക്കുന്നു. ആ വയസ്സായിരിക്കുന്ന വെച്ചാൽ സ്കിന്നൊക്കെ ചുക്കി ചുളിങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാതയോണിൻ്റെ ആബ്സെൻസ് ആണ് അവിടെ. അപ്പോൾ ആ ഗ്ലൂട്ടാതയോൺ സിന്തസൈസ് ചെയ്യുന്നത് നല്ല രീതിയിൽ വരുന്നത് ലിവറിൻ്റെ മറ്റേ ഒരു ഡാമേജിലൂടെയാണ് അത് വരുന്നത്. അപ്പം ലിവർ ഡാമേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്ലൂട്ടാതയോണിനെ നല്ല രീതിയിൽ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുകയും, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് ചെയ്യുക. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, പേരയ്ക്ക, നെല്ലിക്ക, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്.